അനീഷേട്ടന് വേണ്ടിയുള്ള വഴിപാടായിരുന്നു. ഏട്ടന് ചീട്ടുകളിയും ദൂർത്തുമൊക്കെ കുറച്ചുണ്ടായിരുന്നല്ലോ. അത് മാറാനായി ഞാൻ ധാരാളം നേർച്ചകളൊക്കെ നേർന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഏട്ടന്റെ സ്വഭാവമൊക്കെ ആകെ മാറി. ചീട്ടുകളിയില്ല, മറ്റു ദുശീലങ്ങളൊന്നുമില്ല ഇപ്പോ. നേർന്ന വഴിപാടിന്റെയൊക്കെ ഗുണമായത്. ഏട്ടൻ ആളാകെ മാറി. ആ സ്ഥിതിക്ക് വഴിപാട് പൂർത്തിയാക്കണമല്ലോ. ഇന്ന് വന്ന് അതങ്ങ് നടത്തി. എന്റെ പൊന്നു മഞ്ജു, ചൂത് കളിക്കാരനും വഴക്കാളിയായ നിന്റെ ഭർത്താവിനെ വഴിപാട് നടത്തി രക്ഷപ്പെടുത്താമെന്നാണോ നീ കരുതിയത്? അത് ഒരിക്കലും സാധിക്കില്ല. ഈ നേർച്ചയും കാഴ്ചയും കൊണ്ടൊന്നും നിന്റെ ഭർത്താവ് മാറാൻ പോകുന്നില്ല. മായന്റെ എന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, നിങ്ങളുടെ കുടുംബക്കാരുടെയൊക്കെ പൊതു സ്വഭാവമാണല്ലോ വഴക്കും വക്കാണവും സംസ്കാരമില്ലാത്ത പെരുമാറ്റവും. മായന്റി, ഇതൊരു ക്ഷേത്രം. ഇവിടെ നിന്ന് സൂക്ഷിച്ച് സംസാരിക്കണം. നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ കുടുംബക്കാരിങ്ങനെ അനാവശ്യമായി അവഹേളിക്കുന്നത്? മോതിരം കാണാനില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ എല്ലാവരും കൂടി വന്ന് ഞങ്ങളെ നാണം കെടുത്തി. അതും പോരാഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും വന്ന് കുത്തുവാക്ക് പറയുന്നു. എങ്ങനെ പറയാതിരിക്കും? അമ്മാതിരി പോരല്ലേ ശ്രീകല വീട്ടിൽ വന്ന് കാട്ടിക്കൂട്ടിയത്? അതൊന്നും നീ അറിഞ്ഞില്ലേ? നിങ്ങളുടെ മുത്തശ്ശനും ശ്രീകലയൊന്നും അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലേ? അറിഞ്ഞു. ശ്രീകലാന്റി അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയെങ്കിലേ അത് കണക്കായിപ്പോയി. ഇതല്ലേ നിങ്ങളുടെ സ്വഭാവം? ശ്രീകലാന്റി പറയുന്നതിൽ എന്താ തെറ്റ്? നിങ്ങൾ എന്നെ ഒരു കാരണമില്ലാതെ കുത്തി നോവിച്ച സ്ഥിതിക്ക് ഞാനും പറയും. കൊലയാളിയായ സിദ്ധാർത്ഥനെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തേക്കുമെന്ന പേടിയുണ്ടല്ലേ? അവനെ ഞങ്ങളുടെ പ്രതികാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിട്ടല്ലേ അവനെ കൊണ്ട് ദേവികയെ വിവാഹം കഴിപ്പിച്ചത്. എടി, ഓ, കേട്ടപ്പോ നിങ്ങളെന്തിനാ ഞെട്ടുന്നത്? നിങ്ങളുടെ പദ്ധതി ഞാൻ മനസ്സിലാക്കിയതിന്റെ ഞെട്ടലായിരിക്കും അല്ലേ? സിത്തുവിനെ കൊണ്ട് ദേവികയെ വിവാഹം കഴിപ്പിച്ച വിധവയാകുന്ന പേടി കൊണ്ട് അവള് പിന്നീട് സിദ്ധാർത്ഥിനോട് പക വീട്ടില്ലല്ലോ. അപാര ബുദ്ധി തന്നെ. ഇതൊരു ദൈവസന്നിധി ആയിപ്പോയി. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. പുറത്തു വെച്ചാണ് നിങ്ങൾ എന്നോട് കൊമ്പ് കോർക്കാൻ വന്നതെങ്കിൽ നിങ്ങളുടെ തോലിരിച്ച് ഞാൻ വിട്ടേനെ. രാവിലെ അണിഞ്ഞൊരുങ്ങി ഇറങ്ങിക്കോളും മനുഷ്യനെ ദൂഷിക്കാൻ. ഇങ്ങനെയുള്ളവരൊക്കെ എന്തിനാണോ ക്ഷേത്രത്തിൽ വരുന്നത്? ഇവരെ പോലുള്ളവരൊക്കെ ക്ഷേത്രത്തിൽ വന്ന ക്ഷേത്രത്തിന്റെ വിശുദ്ധി കൂടി നശിക്കും.